CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ പരസ്പരം പഴിപറച്ചിലുകൾ കുറെ ദിവസങ്ങളായി നമുക്ക് കേട്ടുകൊണ്ടിരിക്കും. തീർച്ചയായും സഖാവ് MV ഗോവിന്ദന് അത് പറയാനുള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച CPM-നുണ്ടായി. പ്രത്യേകിച്ചും തൃശ്ശൂർ മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും, ആലപ്പുഴയിലും അതുപോലെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും മറ്റു പലയിടത്തും ഒക്കെ ഉണ്ടായി. ഇന്നലെ ഇടുക്കിയിൽ പോയും ഉണ്ടായി എന്ന് പറയും. അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തണം എന്ന് CPM തീരുമാനിച്ചത്. ഒരിക്കലും CPM ജാതി തിരിച്ച ആളുകളെ അങ്ങനെ കാണാറില്ല. പക്ഷെ ഇത്തവണത്തെ CPM സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ ഈഴവ വോട്ടുകൾ പോയി, നായർ വോട്ടുകൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കഥ പറച്ചിലുണ്ട്. ക്രിസ്ത്യൻ വോട്ട് പോയി. അതെന്തോട്ടെ, അത് പിന്നെ CPM-നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടൊന്നും ഇപ്പം ആരും കണ്ടിട്ടില്ല. ഒരു സാധാരണ ബൂർഷ്വാ പാർട്ടിയുടെ എല്ലാ സ്വഭാവങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ടൊരു തെറ്റുമില്ല. അത് പൈസ സമ്പാദിക്കുന്ന കാര്യത്തിലാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അത് നിൽക്കട്ടെ, നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടൊന്നും കാണണ്ട. CPM എന്നൊരു പാർട്ടിയുടെ പേരാണ്. ഇതിന് ആരെയാണ് കുറ്റം പറയേണ്ടത്? ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ഇതില് ഈ വ്യംഗ്യമായിട്ടാണെങ്കിലും MV ഗോവിന്ദൻ പറഞ്ഞു, ഇങ്ങനെ പോയി BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിച്ചു ആലപ്പുഴയിൽ എന്നൊക്കെയുള്ള വാർത്ത. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ജന്മസ്ഥലമാണ് ഈ കണിച്ചുകുളങ്ങര ഉൾപ്പെടുന്ന ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങൾ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി SNDP ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, വെള്ളാപ്പള്ളി നടേശന്റെ മകൻ BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും അതിന്റെ നേതാവായിരിക്കുകയും ആ പാർട്ടി NDAയുടെ സഖ്യകക്ഷിയാവുകയും നിരവധി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. പക്ഷെ BDJS ഉണ്ടായിട്ടും ഈഴവ സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ CPM-ന്റെ കൂടെ ഉറച്ചു നിന്നു. അങ്ങനെയാണ് SNDP-യും CPM-ഉം തമ്മിലുള്ള ഒരു അത്ര പുതിയതൊന്നുമല്ല. അതിന് മുമ്പ് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. MK രാഘവൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന MK രാഘവൻ CPM-ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. SNDP-യെ നന്നാക്കിയെടുക്കാൻ വേണ്ടി P ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാളെ പാർട്ടി SNDP-യിലേക്ക് നിയോഗിച്ചു. അവസാനം ഗംഗാധരൻ SNDP-ആയി പാർട്ടി വിട്ടു. അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പഴയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. വിമോചന സമരത്തിൽ SNDP-യുടെ പങ്ക് ഒക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. അത് തൽക്കാലം അവിടെ നിൽക്കും. എന്നാൽ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വന്നാൽ, ഇതിനെ ശരിയായ രീതിയിലാണോ MV ഗോവിന്ദൻ കൈകാര്യം ചെയ്യുന്നത് എന്ന ചോദ്യം പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ളിലെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ ചേർത്തിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അങ്ങാടിയിൽ തോറ്റാൽ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയാണോ വേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് അകന്നു പോയത്, പരാജയപ്പെട്ടത് എന്നൊക്കെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ ഈഴവ സമൂഹം എന്ന് ഒരിക്കലും ആരും വിശ്വസിച്ചിട്ടില്ല. കാരണം അദ്ദേഹം എതിർത്ത സ്ഥാനാർത്ഥികളാണ് മിക്കവാറും ജയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചരിത്രം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സഹായിക്കുന്ന ഒരു പ്രത്യേക ഘടകം ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ആ ഘടകം എന്താ? ആ ഘടകം ഇസ്ലാമോഫോബിയ എന്ന ഘടകം തന്നെയാണ്. ഈ സംസ്ഥാനത്തെ വിഭവങ്ങളിൽ വലിയൊരു പങ്ക് ന്യൂനപക്ഷങ്ങൾക്കായി മാറ്റിവെക്കുന്നുവെന്നും അത് ഹിന്ദുമതം എന്ന് പറയുന്ന, ഹിന്ദുമതം എന്നൊരു മതമുണ്ടോ, അതിൽ ഈഴവരുടെ സ്ഥാനം എന്താണെന്നൊക്കെ ശ്രീനാരായണ ഗുരുവിനെയാണോ പാലിക്കണമെന്ന് എനിക്കറിയില്ല, എന്ന് പറയുന്ന ആളുകൾ ഞങ്ങൾ ഈഴവർ ഹിന്ദുക്കളാണെന്നും ഹിന്ദുമതത്തിന് ഇതിലെ ആളുകൾക്ക് അത് ദോഷകരമാണെന്നും ഉള്ളത് കൊണ്ടാണ് ഈഴവർ വോട്ട് മാറി ചെയ്തത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനെപ്പറ്റി ഗോവിന്ദ മാഷ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി പറയാതെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കേവല വ്യക്തിഗത തലത്തിലുള്ള വാക്കുതർക്കത്തിലാണ് ഏർപ്പെട്ടത്. അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ഇതുവരെ CPM സംസ്ഥാന സെക്രട്ടറി വന്നിട്ടില്ല ഈ പറഞ്ഞ കാര്യം. അതിന് പകരം ഈ പറഞ്ഞതുപോലെ വെള്ളം മുങ്ങുമ്പോൾ മറ്റേ ആളെ തള്ളി വെള്ളത്തിലിടാണോ വേണ്ടത് തുടങ്ങിയ തർക്കങ്ങളൊക്കെ അല്ല. അപ്പൊ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ SNDP പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ ആത്മീയ ഗുരു ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പനും അടക്കമുള്ള ആളുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് അനുകൂലമാണോ അതോ അതിനെതിരെയാണോ?
മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് തന്നെയാണ്. സഹോദരൻ എന്ന വാക്കാണ് ഇദ്ദേഹം ഉപയോഗിച്ചത്, ഗുരുദേവൻ ഉപയോഗിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ സാഹോദര്യം അത് മതത്തിനൊക്കെ അതീതമായ സാഹോദര്യമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത വളർത്തിയെടുത്ത ശ്രീനാരായണ ഗുരുദേവന്റെ ഇപ്പോഴത്തെ നേരവകാശി എന്ന് അവകാശപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ ഇത് മതത്തിന്റെ വേർതിരിവായി കാണുമ്പോൾ അതിന്റെ പിന്നിൽ കൃത്യമായ വർഗീയ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുകയാണ് വേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് നേരിടാനുള്ള ശേഷി CPM എന്നതാണ് ചോദ്യം. ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് അത് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അങ്ങനെ തന്നെയാണ് SNDPയുടെ ആ പ്രഭാവലയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ മോചിതരായി നിന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തു. ഇപ്പോൾ അവരിലെ മധ്യവർഗം വലിയ തോതിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്ന് ശാസ്ത്രീയമായി അടിസ്ഥാനപരമായി പരിശോധിക്കുകയും നമുക്ക് നവോത്ഥാനത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെയും സഹോദരൻ അയ്യപ്പന്റെയും അതുപോലെ ആശാന്റെയും ഒക്കെ നിലപാടുകളിലേക്ക് SNDP യോഗം വരണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം ഈ പരസ്പരം ചക്കളത്തി പോരാട്ടം എന്നൊക്കെ നമ്മൾ വളരെ മോശപ്പെട്ട ഭാഷയിൽ പറയുന്ന സംവാദങ്ങൾ, വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് CPM ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.